തുടരുന്ന പറഞ്ഞ ടൈറ്റിൽ നമ്മൾ അങ്ങനെ ഒരു ഇപ്പൊ എല്ലാവരും ഭയങ്കര ആഘോഷമായി, അല്ലെങ്കിൽ ഇപ്പോ നമുക്ക് ഇതിനപ്പുറത്തൊരു എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നതേ ഇല്ല അങ്ങനെ പേര്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാം ഒരു സിനിമയില് തുടക്കത്തിലും ഇന്റർവെല്ലിലും അവസാനവും എഴുതി കാണിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് തുടരും തന്നെയാണ്. പക്ഷെ അത് അപ്രതീക്ഷിതമായി തന്നെയാണ് വന്നത്. കാരണം ഇത് തരുൺ ഇങ്ങനെ പറയുന്നു, അത് കഴിഞ്ഞ സുനിലും ഞങ്ങളും ഒക്കെ കൂടെ ആലോചിച്ചു, എല്ലാവരും ആയിട്ട് ലാലേട്ടൻ്റെ അടുത്തൊക്കെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും തുടരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് മുമ്പ് ഒരുപാട് പേരുകളൊക്കെ വന്നു കേട്ടോ. ആ പേരുകളൊന്നും നമുക്ക് എല്ലാവർക്കും എനിക്ക് ഓക്കെ ആവില്ല, അല്ലെങ്കിൽ തരുൺ ഓക്കെ ആവില്ല, അല്ലെങ്കിൽ സുനിൽ, അങ്ങനെ പല പേരുകളും വന്നു. അങ്ങനെ പേരുകളെല്ലാം വന്ന് ഏറ്റവും അവസാനം തുടരുമെന്ന് പറഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയോ ഈ പേരുകൾ പുറത്തു പോവുകയും തുടരുമെന്നാണ് ടൈറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തരുണിന് ഭയങ്കര വിഷമായി. ചേട്ടാ, നമ്മൾ ഇടുന്നതിന് മുമ്പ് ഒരു പേര് പുറത്തു പോയല്ലോ, അതുകൊണ്ട് നമ്മൾ ഇനി ഈ പേരിന് പകരം വേറൊരു പേരാക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിൻറ്റേജ് എന്നും പറഞ്ഞൊരു പേരൊക്കെ ഒരു നിർദ്ദേശം വന്നു. അത് സുനിലും തരുണമൊക്കെ അവർക്കൊക്കെ അത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തെങ്കിലും തുടരും എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിലും ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ലാലേട്ടനും ഈ തുടരും ഭയങ്കരമായിട്ട് ആകർഷിച്ച പോലെ ഈ വിൻറ്റേജ് എന്ന് പറഞ്ഞ ആകർഷമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ടൈപ്പൊക്കെ ഒന്ന് എഴുതി കണ്ടാൽ നമുക്ക് നോക്കട്ടെ, ടൈപ്പൊക്കെ എഴുതുന്നതൊന്നും നമുക്ക് അത് ഓക്കെ ആവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇനി തരണം അതൊന്നും ആലോചിക്കണ്ട, നമ്മൾ ഈ തുടരും തന്നെ പറഞ്ഞു. അപ്പൊ തരുന്ന ഇഷ്ടമായി, സുനിലിന് ഇഷ്ടമായി. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഈ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നു തുടരും. ആ തുടരുമെന്ന് പറയുന്നത് ഇന്ന് എന്നും മറക്കാത്ത ഒരു 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 പേരായിട്ട് ഈ തുടരും എന്ന് പറയുന്നത് മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. 90കളിലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ആ 90കളിൽ എനിക്ക് വളരെ ചെറിയ പ്രായമാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നവരാണ് പള്ളാശ്ശേരി, പട്ടം റഷീദും ഒക്കെ. അപ്പൊ ആ സിനിമ നടക്കുന്നതിൻ്റെ ഇടയിൽ വലിയ സൗഹൃദ ബന്ധം ഉണ്ടാകുകയും പിന്നീട് അവിടെ വെച്ച് ഈ പട്ടം റഷീദ് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സിനിമ രഞ്ജിക്ക് എടുത്തുകൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരാഗ്രഹം സിനിമ എടുക്കണം തോന്നി. അങ്ങനെ ആ സിനിമ വളരെ സീരിയസ് ആയിട്ട് കാണുകയും പിന്നീട് പല ഡിസ്കഷനുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇന്നിപ്പം എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരു പമ്പ ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. ആ പമ്പ ടൂറിസമിലും സുഭാഷ് പാർക്കിലും ഒക്കെ പോയിരുന്ന് ഞങ്ങൾ നിരന്തരം ഡിസ്കഷൻ നടത്തുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എനിക്ക് എറണാകുളത്ത് ജോലിയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് സിനിമയുടെ ഓരോന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന സമയത്താണ് നമുക്കൊരു പേര് വേണമല്ലോ എന്ന് പറയുന്നത്. അങ്ങനെ പല പല പേരുകളും ആലോചിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ദിവസം പട്ടം റഷീദാണ് പറയുന്നത്, ഈ രജപുത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒറ്റ കേൾവി തന്നെ ഈ രജപുത്ര ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അപ്പൊ ഞാൻ ചോദിച്ചു, ഈ രജപുത്ര എന്ന് പട്ടം റഷീദ് പറയാൻ എന്താ കാര്യം? അല്ല, സിനിമയിൽ നിന്ന് പടവെട്ടി നിന്ന് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ രജപുത്ര വംശജർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പടവെട്ടി ജയിച്ച അല്ലെങ്കിൽ അങ്ങ് നിന്നവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പടവെട്ടി തന്നെ ഈ ചെറിയ പ്രായത്തിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ രജപുത്ര എന്ന് പറയുന്നുണ്ട്. അന്ന് എനിക്ക് എപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മദ്രാസിലാണ് ഇതിന്റെ ബാനർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ പോയി മദ്രാസ് സൗത്ത് വില്ലേജ് ചേമ്പറിലാണ് ഈ രജപുത്ര രജിസ്റ്റർ ചെയ്യുന്നത്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഗോകുൽദാസുമായിട്ടുള്ളൊരു സൗഹൃദം എനിക്ക് ഒരുപാട്, നമ്മുടെ പടങ്ങളിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത പടങ്ങളുണ്ട്, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളിലൊക്കെ ഗോകുൽദാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഗോകുൽ വളരെ നല്ല മനുഷ്യനും ഗോകുൽ നല്ല ഒരാളായിരിക്കുമ്പോൾ ഗോകുൽ ആണ് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഒരു ദിവസം പറഞ്ഞത്, ചേട്ടാ ഞാനിങ്ങനെ സംവിധാനം ചെയ്യാൻ വേണ്ടി ഒരു കഥ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സുനിൽ, KR സുനിൽ, അങ്ങനൊരു കാര്യമുണ്ട്, ചേട്ടനൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഗീത് ഹോട്ടലിലാണ്, ഇപ്പം ഇന്ന് ആ ഹോട്ടലില്ല, ആ ഹോട്ടലിൽ വെച്ചാണ് ഞങ്ങൾ ഈ കഥ കേൾക്കുന്നത്. ആ കഥ കേട്ട് കഴിയുമ്പോൾ തന്നെ ഒരു കൊച്ചു സിനിമ എന്ന് പറഞ്ഞാണ് ഇവരുടെ വരവ്. കഥ കേട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ ഇതിൽ വേറൊരാൾ അഭിനയിച്ചിട്ട് ഈ സിനിമ ശരിയാകുകയില്ല. എൻ്റെ മനസ്സിൽ ഇത് മോഹൻലാൽ എന്ന് പറയുന്നതാണ്, ലാലേട്ടൻ അല്ലാതെ അതിനകത്ത് ഒരു കാര്യം പറ്റില്ല എന്ന് പറയും. ഞാനിത് ചേട്ടനോട് പറഞ്ഞോളാം, ചേട്ടൻ ഈ കഥ കേൾക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാക്കി. ചേട്ടൻ ഈ കഥ കേൾക്കുന്നു, ആന്റണിയും കേട്ടു, എല്ലാം കേട്ടു. അങ്ങനെയാണ് ആദ്യം തന്നെ ഈ കഥ എന്ന് പറയുന്നത് ലാലേട്ടൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഇത് ഒരു ഇത്രയും വലിയൊരാളെ വെച്ചിട്ട് ഇത് ചെയ്യുന്നതിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചൊരു ഭയം എന്ന് പറയുന്നത് എന്തായാലും പുതിയ ആളുകളല്ലേ, അപ്പോൾ ഉണ്ട്. അങ്ങനെ ചേട്ടൻ എന്നോട് പറഞ്ഞു. അതേ സമയത്ത് തന്നെ ലാലേട്ടനോട് പറയുന്നു, ഈ ഗോകുൽദാസ് ഇപ്പം ആർട്ട് റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന സമയമായിരുന്നു.
അപ്പോൾ ഗോകുലിന് ഇതൊരു ചെറിയ സിനിമയായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സിനിമയായിട്ട് നമ്മളെ കണ്ടാലേ ഇത് ശരിയാവുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ഈ കഥ തരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു പറയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ തന്നെ ഗോകുൽ പറയുന്നത്, ചേട്ടാ ഞാൻ അങ്ങോട്ട് പറയാൻ ഇരിക്കുന്നത്, എനിക്ക് ലാലേട്ടനെ വെച്ച് പടം ചെയ്യാനുള്ള ധൈര്യമില്ല, കാരണം ഞാൻ അത്ര ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല ഇപ്പം. അതുകൊണ്ട് സുനിലിന്റെ ഈ കഥ ചേട്ടനൊരു ഗംഭീര സിനിമയാക്കണം എന്ന് പറയും. അന്ന് മുതൽ 2012 മുതൽ പല പല സംവിധായകരിലൂടെ വന്ന് ഏറ്റവും അവസാനം പല കാരണങ്ങളാൽ നടക്കാതെ പോയി. അന്നെല്ലാം എന്നോടൊപ്പം ഉറച്ചു നിന്ന ഒരു ആളുകളാണ് ലാലേട്ടനും ആന്റണിയും സുനിലും. ഇത് 3 പേരും വളരെ കൃത്യമായി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവസാന കാലഘട്ടത്തിൽ വന്ന ഒരു നല്ല ചെറുപ്പക്കാരനെ ഞാൻ കണ്ടെത്തുകയായിരുന്നു. അതാണ് തരുൺമൂർത്തി. കാരണം ഇതിനകത്ത് ഇമോഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അങ്ങനെ തരുൺ വന്നു. തരുൺ വന്നതിന് ശേഷം 1 വർഷം കൊണ്ട് തന്നെ ഈ സിനിമ പൂർത്തീകരിക്കാനും ഇറക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹിറ്റായി എന്ന് പറയുമ്പോൾ അതിനേക്കാൾ സന്തോഷം. നമ്മുടെ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല. അദ്ദേഹം നിർമ്മാണം എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കമ്പനി നടത്തുകയും ഇന്ന് ഇന്ത്യയിൽ കണ്ടിട്ടുള്ള മികച്ച ആഡ് ഫിലിംസ് ഡയറക്റ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ KR സുനിലിന്റെ ഒരു ബുക്ക് കണ്ടിട്ട് അത് സിനിമയാക്കാൻ വേണ്ടി KR സുനിലുമായി ഇദ്ദേഹം ഒരു ഫോൺ സംഭാഷണത്തിലൊക്കെ നിരന്തരം ഇവർ കോണ്ടാക്ട് ചെയ്യും, ഒരു അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു കഥാപാത്രത്തെ ആര് കൊണ്ട് ചെയ്യിക്കുന്ന ആദ്യമുള്ള വെല്ലുവിളി നിൽക്കുന്ന സമയത്ത് ഇത് തുടക്കത്തിൽ ഇത് ഇങ്ങനെ ഒരാളാണെന്നോ കാര്യങ്ങളോ അറിയാതെ കൊണ്ടുപോകുന്നതൊന്നും പുതിയ ഒരാളെ കണ്ടെത്തുന്നതിനെ കുറിച്ച് പല ചിന്തകളും വന്നപ്പോൾ KR സുനിലാണ് ഈ പറയുന്ന പ്രകാശ് വർമ്മയുടെ കാര്യം തരുണിന്റെ അടുത്ത് പറയുന്നത്. തരുൺ എൻ്റെ അടുത്ത് അത് ഒരു പറയുന്നു, ഫോട്ടോ കാണിക്കുന്നു, സുനിലും കൂടെയാണ് കാണിച്ചത്. നമുക്ക് ഇങ്ങനെ ഒരാളെ ആലോചിച്ചാൽ, പക്ഷെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് കൊള്ളാൻ തോന്നുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു ഇദ്ദേഹത്തെ വിളിച്ച് സുനിലും തരുണും കൂടെ സംസാരിക്കുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത്, ഞാനിങ്ങനെ വലിയൊരു സെറ്റപ്പിൽ ഇങ്ങനെ കാര്യങ്ങൾ പോകാൻ എൻ്റെ ഡേറ്റ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം, നിങ്ങൾക്ക് ഞാൻ എങ്ങനെ അഭിനയിക്കുമെന്ന് അറിയണ്ടേ. ഇത് മോഹൻലാലിനാണ് ഈ പടത്തിൽ അഭിനയിക്കുന്നത്. ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ശോഭന, വലിയ കമ്പനി, ഇതെല്ലാം നിൽക്കുമ്പോൾ നിങ്ങൾ ഒരു 2 ദിവസമോ 3 ദിവസമോ ചെയ്തിട്ട് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പെട്ടുപോകും. അതുകൊണ്ട് എന്നെ ഇതൊന്ന് അഭിനയിപ്പിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണോ വേണ്ട തീരുമാനിക്കണം, എന്നിട്ട് നമുക്ക് ആലോചിക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് പോയി അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു. അവിടുന്ന് വീഡിയോ കാണുന്നു, അത് എനിക്ക് അയച്ചു തരുന്നു. എനിക്ക് അയച്ചെന്ന് ഉടനെ തന്നെ ഞാൻ അത് ലാലേട്ടനും അയച്ചു കൊടുത്തു. ചേട്ടൻ ആളെ അറിയാം, ചേട്ടനെ വെച്ച് ഇദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത്, ഇത് പ്രകാശ് വർമ്മല്ലേ? ഞാൻ പറയാം, അതെ ചേട്ടാ. ഇതിൽ എന്താ പെർഫോം ചെയ്തിരിക്കുന്നത്? ഞാൻ പറയാം, അത് തന്നെ ഞാൻ ചേട്ടനെ അയച്ചു തന്നെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഒന്ന്, പക്ഷെ ആദ്യം ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ തരണം സുനിൽ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടൻ തന്നെ ഞങ്ങളിപ്പോൾ വീഡിയോ കാണിക്കുന്നത് എഡിറ്റ് ചെയ്തേ കാണിക്കുകയുള്ളൂ, ഒന്ന് കണ്ടു നോക്കിയിട്ട് ചേട്ടൻ പറഞ്ഞാൽ മതി. എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് തന്നെയായിരുന്നു. ഇന്ന് കേരളം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ വില്ലനെ എവിടുന്ന് കണ്ടെത്തി എന്നുള്ളത്. അതൊരു അപ്രതീക്ഷിതമായ കണ്ടെത്തലാണ്. ഈ സിനിമയുടെ വിജയത്തിൽ ഒരു വലിയ പങ്ക് അദ്ദേഹത്തിനുണ്ട്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് എനിക്ക് വാദോരാതെ പറയാൻ പോയാൽ എനിക്ക് മണിക്കൂറുകളോളം പറയേണ്ടി വരും. കാരണം ഇത് അത്രമാത്രം നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുന്ന കാര്യമാണ്. ശരിക്കും അതിന്റെ ഒരു താഴെ തട്ടിലുള്ള ആളുകൾ മുതൽ ഇതിന്റെ മുകളിലുള്ള വരെയുള്ള ആർട്ടിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഈ സിനിമയിൽ സഹകരിച്ചത് അത്രമാത്രം അവരുടെ സ്വന്തം സിനിമ പോലെയാണ്. ഇതിന്റെ ഓരോ, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ യൂണിറ്റ് ആയാലും പ്രൊഡക്ഷൻ ബോയ്സ് ആയാലും ആർട്ടിലായാലും മറ്റേ ക്രെയിനിലായാലും ബോഡിയിലായാലും അല്ലെങ്കിൽ ക്യാമറ, എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഭീകരമായ പണിയാണ്. അത് അസിസ്റ്റന്റ് ആയിരുന്നു. ഇനി ഇത് ഓരോരുത്തരും വിഭാഗം പറയുമ്പോൾ വിട്ടുപോകണ്ട. അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ ഒരാളും എന്ന് വിചാരിക്കരുത്, ഇതിലെ മുഴുവൻ ആളുകളും അത് ഒന്നും പറയാൻ പറ്റില്ല, അത്രമാത്രം ഗംഭീരമായിട്ടാണ് അത് കോപ്പറേറ്റ് ചെയ്തത്. കാരണം ഇത് മുഴുവൻ മഴയത്തും രാത്രിയിലും പോകാൻ പറ്റാത്ത സ്ഥലത്തും നടന്നു പോകാൻ പറ്റാത്ത സ്ഥലത്തും വണ്ടി പോകാൻ പറ്റാത്ത സ്ഥലത്തും കിലോമീറ്ററുകളും നടന്നും ഒക്കെയാണ് ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അതും രാത്രിയിൽ മഴയത്ത്, കാരണം ഫോറസ്റ്റിലൊന്നും കൊണ്ടുപോയിട്ട് എത്ര കൂടാരം ഇടാനാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ രാത്രി മഴ പെയ്താൽ മുഴുവൻ നനഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് ഷൂട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്ത ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള, ക്യാമറാമാൻ്റെ അസിസ്റ്റൻസ് ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം എന്ന് പറയുന്നത്, ക്യാമറാമാൻ്റെ അസിസ്റ്റൻസിനൊന്നും എനിക്കൊന്നും പറയാതിരിക്കാനേ പറ്റില്ല. കാരണം അതൊക്കെ ഒരു ലക്ഷ്യമല്ല. ഇവരൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്.
അപ്പൊ എല്ലാവരും ഒന്നടങ്കം അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് ഇനി അതിനേക്കാളും ഒരു സിനിമയിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങളോ വഴക്കോ ഉണ്ടായി അങ്ങനെ ഒരു കാര്യങ്ങളില്ലാതെ ഇത് എൻ്റെ സിനിമയാണ് എന്ന് തോന്നലോടുകൂടി ചെയ്ത ഒരു സിനിമ അവരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കൊണ്ടത് അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ ഹിറ്റാവുന്നതെന്ന് വിശ്വസിക്കുന്നതാണ് അത് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഈ കാറ് നമ്മുടെ ഏറ്റവും ഭയങ്കര ഈ കഥ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കൊത്തി വലിച്ച ഒരു കഥാപാത്രമാണ് കാറ്. പിന്നെ ഈ കാറ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഭയങ്കര ക്രേസ് ഉള്ളതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ ഞാൻ പത്തനംതിട്ട പോലുള്ള സ്ഥലത്താണ് ഞാൻ നാട്ടിൽ വളർന്നും പഠിച്ചതും എല്ലാം ജീവിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും എപ്പോഴും ഞാൻ ഈ എല്ലാ സമയത്തും പത്തനംതിട്ട പോവുകയും എല്ലാ നാട്ടുകാരും ഒരു സൗഹൃദമുള്ള ആളാണ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ നാട്ടിൽ മാത്തൂർ എന്ന് പറയുന്നതാണ് യഥാർത്ഥ സ്ഥലം. അവിടെ എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറുപ്പപ്രായം തൊട്ട് 2 കാറുകളാണ് അവിടെ അന്ന് ഈ ഉണ്ടായിരുന്നത്, ഇങ്ങനെ ഈ നാട്ടുകാർക്ക് സഞ്ചരിക്കാൻ മതി. അപ്പോൾ അതിൽ KLT മറ്റേ 5200 ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഈ 5200 കാറെന്ന് പറയുന്നത് ആ കാറിൻ്റെ ഒരു പ്രത്യേകത നില വേറൊരു കാരണം 5847 എന്ന് പറഞ്ഞ കാർ. ഈ 2 കാറിൻ്റെ നമ്പർ ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ മറക്കാതെ വെച്ചിട്ടുണ്ട്. കാരണം ഈ കാറുകളൊന്നും മറക്കത്തില്ല. അപ്പോൾ ആ കാറുകൾ അന്ന് കൊണ്ടു നടന്നതിനകത്ത് ഈ 5200 കാറിൻ്റെ ഒരു കാര്യം പ്രത്യേകത എന്നാൽ അദ്ദേഹം ആ കാറ് രാവിലെ നമ്മൾ കണ്ടാൽ കഴുകിക്കൊണ്ടിരിക്കും. അതിലൊരു പോറൽ വരാൻ സമ്മതിക്കില്ല. അതിൽ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് അദ്ദേഹം വന്ന് അതിൻ്റെ കൈ കൊണ്ട് പിടിച്ച് ഡോർ പുള്ളി ആളിൽ കയറി ഓരോരുത്തരും ഡോർ അടച്ച് അങ്ങനെ ചെയ്യുള്ളൂ. ഇത്ര സൂക്ഷിച്ചു കൊണ്ടിടക്കുന്ന ഒരു കാറ്. അപ്പോൾ ഈ കഥയുടെ ഡിസ്കഷൻ വന്നപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിൽ ഈ സാധനമുള്ളത് ഞാനിത് പറയുവാനാണ്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം അസുനിൽ ആദ്യത്തെ പോർഷനിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു കാണുകയും ഇതൊരു മാർക്ക് 1 കാറാകണമെന്നുള്ളത് നമ്മൾ അന്നേ തീരുമാനിച്ചു. അന്ന് ഈ മാർക്ക് 1ൻ്റെ ഒരു ഭയങ്കര ഒരു പ്രത്യേകതയുണ്ട്. ഒരു അംബാസഡർ കാർ എന്ന് പറയുന്നത് അട്രാക്ട് ചെയ്തത് നമ്മൾ ആദ്യം മാർക്ക് 1 കാറാണ്. ലാൻഡ് മാസ്റ്റർ എന്നൊക്കെ പറയും പല പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഈ കാറ് ഭയങ്കര ഒരു അട്രാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് അങ്ങനെ ഒരു കാറ് നമ്മൾ കണ്ടെത്തിയത്. ആ കാറ് എന്ന് പറയുന്നത് ഒരു വലിയൊരു കണ്ടെത്തൽ വലിയ കാര്യമായിരുന്നു. കാരണം ഈ ഒരേപോലെ ഇരിക്കുന്ന 2 കാറുകൾ നമ്മൾ വാങ്ങി. അതെന്തിനെന്ന് വെച്ചാൽ ഇത് ഇത്രയും വലിയൊരു ക്രൂവും ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന കാട്ടിലാണ്. അതുപോലത്തെ ഭയങ്കരമായ മോശമായ റോഡുകളിലൊക്കെ ഈ അംബാസഡർ കാർ എന്ന് പറയുന്നത് ഏത് സമയവും പണിമുടക്കാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ 2 കാർ ഒരേപോലെ വാങ്ങി ആ 2 കാറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരേപോലെ ഇരിക്കുന്ന 2 കാറുകൾ. അതാണ് ഈ സിനിമയിലുള്ളത്. ആ കഥാപാത്രം അതിനകത്ത് നമ്മളതിൻ്റെ ക്ലൈമാക്സിൽ ആ കാറ് വേണ്ട എന്ന് വെച്ചിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻ ഏതൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊരു പറഞ്ഞ പോലെ ഒരു കഥാപാത്രം ഇതിൻ്റെ ഒരു മെയിൻ കഥാപാത്രമാണ് ഈ കാറ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇതുവരെ അങ്ങനെ പല ആലോചനകളുണ്ട്. ഏറ്റവും അത്യാവശ്യം വേണ്ടത് കഥ എന്ന് പറയുന്നതാണ്. നല്ല കഥയിൽ വരുമ്പോൾ അത് പിന്നീട് അതിനെ തേച്ച് മെനിക്കാണ് ഒരു സിനിമയിലേക്കും പോകാറ്. അത് പല കഥകൾ കേട്ടിട്ടുണ്ട്. അതിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ഒന്നും പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിയിട്ട് അടുത്തൊരു പ്രോജക്റ്റ് ഉണ്ടാകുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ തുടരും, ഇപ്പോൾ തുടരും, അങ്ങനെ തന്നെ നിൽക്കട്ടെ. താങ്ക് യു.